ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ റമദാനൊക്കെ തുടങ്ങിയല്ലേ, നോമ്പൊക്കെ എടുക്കുന്നവർ ഉഷാറായിട്ട് നോമ്പെടുക്കുക, അല്ലാത്തവരും ഉഷാറായിട്ട് ജീവിക്കുക. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കും ചെറിയ തോതിൽ തൊണ്ടവേദനയും ജലദോഷത്തിൻ്റെയൊക്കെ ഒരു തുടക്കം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ലാലിഗ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല. റയൽ മാഡ്രിഡിൻ്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും മത്സരങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട്. ഇന്ന് ബാഴ്സലോണയുടെ മത്സരമുണ്ട്. ലാലിഗയിൽ കിടിലൻ ടൈറ്റിൽ റേസാണ് നടക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഇന്നലെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. അതായത് റയൽ മാഡ്രിഡിൻ്റെ മത്സരം റയൽ ബെറ്റിസിനെതിരെയായിരുന്നു. മാനുവൽ പെല്ലഗ്രീനിയുടെ ബെറ്റിസിനെതിരെ ബെനിറ്റോ വില്ലമാരിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് കാർലോ അൻചെലോട്ടിയുടെ പിള്ളേർ 2-1 എന്നുള്ള സ്കോർ ലൈനിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മത്സരം ഉണ്ടായിരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മത്സരം ക്ലബ് അത്ലറ്റിക്കിനെതിരെയായിരുന്നു. അതായത് ആ ഒരു സിനാരിയോയിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഇരിക്കുന്നവർ തമ്മിലൊരു പോരാട്ടമായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് മെട്രോപൊളിറ്റാനോയിൽ ഹൂലിൻ അൽവാരസിൻ്റെ ഒരൊറ്റ ഗോളിൻ്റെ മികവിൽ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിക്ടറി. അതായത് റയൽ മാഡ്രിഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് മൊത്തമായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡിന് എടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. അവർ നിലവിൽ ടേബിളിൻ്റെ തലപ്പത്താണ് ഇരിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം സോസിഡാഡുമായിട്ടുള്ള മറ്റൊരു ബാസ്കറ്റ് ക്ലബ്ബുമായിട്ടുള്ള മത്സരം ഇന്ന് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒളിമ്പിക് മോൺജുക്കിൽ വെച്ച് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് തലപ്പത്തേക്ക് ഉയരാൻ സാധിക്കും. റയൽ മാഡ്രിഡുമായിട്ടുള്ള പോയിന്റ്സ് ഡിഫറൻസ് 3 ഉയർത്താനുള്ള സുവർണാവസരമാണ് അവരുടെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. റയലാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലീഡ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ എന്താണ്, അവർ 2-ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. പക്ഷേ ബാഴ്സലോണയ്ക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുള്ള സ്ഥിതിയാണ്. കാർലോ അൻചെലോട്ടി ഇന്നലത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞത്, ഈ രീതിയിലാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ജയിക്കാൻ സാധിക്കില്ല. ചാമ്പ്യൻസ് ലീഗിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൗണ്ട് ഓഫ് 16 ടൈ ആണ് വരാനിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെ അടുത്ത മത്സരം സാന്റിയാഗോ ബെർണബേയിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഫസ്റ്റ് ലെഗ് മത്സരമാണ്. അത് പൊട്ടിപ്പാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്താണ് റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിൽ നിന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവ വികാസങ്ങൾ? അതായത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറീസ് അവരെ വീണ്ടും അലട്ടുന്നുണ്ട്. സോസിഡാഡിനെതിരെ കോപ്പ ഡെൽ റേ സെമിഫൈനൽ ഫസ്റ്റ് ലെഗിൽ 1-0 എന്നുള്ള സ്കോർ ലൈന് റയൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ അസാധ്യ പാസിൽ എൻട്രിക്കാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. 1-0 വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവിടെ സെക്കൻഡ് ലെഗ് കളിക്കേണ്ടതായിട്ടുണ്ട്. അത് സാന്റിയാഗോ ബെർണബേയിൽ വെച്ചിട്ടാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? സെബയോസിന് ഇഞ്ചുറി പറ്റി. സെബയോസിന് പറ്റിയുള്ള ഒരു ഇഞ്ചുറി അതൊരു ഹ്യൂജ് ബ്ലോ ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. നമുക്കറിയാം ഈ സീസണിൽ സെബയോസിനെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം, കാർലോ അൻചെലോട്ടി ഒരു ഫുൾ ടൈം ആളാക്കി മാറ്റിയതിന് ശേഷമാണ് റയൽ മാഡ്രിഡ് ഒരു ടീമായിട്ട് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലേ? അതിനിടയിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ടോണി ക്രോസ് പോയിട്ടുള്ള ആ ഒരു വിടവ് കുറച്ചെങ്കിലും നികത്താൻ സെബയോസിന് സാധിക്കുന്നതാണ്. അദ്ദേഹം ആ ഒരു ടെമ്പോ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. ഡിഫൻസിൽ നിന്നും ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ ഒരു പ്രസ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിഫെൻസീവ്ലിയും അദ്ദേഹം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാം റയലിനാണെങ്കിൽ ഒരുപാട് ഡിഫൻസിൽ പ്രശ്നങ്ങളുള്ള ഒരു സിനാരിയോ ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് മിഡ്ഫീൽഡിൽ നിന്നും വരേണ്ട ഒരു സിനാരിയോ ഉണ്ടായിരുന്നു, അല്ലേ? സെബയോസ് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഒരു പ്രോപ്പർ ടീമായിട്ട് പലപ്പോഴും നമുക്ക് റയലിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ നമ്മൾ വീക്ക് ഇൻ വീക്ക് ഔട്ട് റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങൾ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ചാമ്പ്യൻസ് ലീഗിൽ കളി മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുക നല്ല അടിപൊളിയായിട്ടാണ് റയൽ മാഡ്രിഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗും ചില മത്സരങ്ങളിൽ ഇടങ്ങറാവുന്നത് നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷേ വീക്ക് ഇൻ വീക്ക് ഔട്ട് റയൽ മാഡ്രിഡ് മത്സരങ്ങൾ വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്കറിയാം എന്താണ് റയൽ മാഡ്രിഡ് ടീമിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അത് ഇഞ്ചുറീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടീമായിട്ടിത് ഫംഗ്ഷൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നം പലപ്പോഴും കാണുന്നുണ്ട്. പല ടീമുകളും പിന്നെ പ്രത്യേകിച്ച് ആ ഒരു ഫുൾ ബാക്ക് ഏരിയ, റയലിൻ്റെ റൈറ്റ് ഏരിയ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കാർലോ അൻചെലോട്ടിയുടെ ചില ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങളും റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ സെബയോസ് ഇല്ല, ഫെഡെ വാൽവെർദെ ഇല്ല, അദ്ദേഹം ഫുള്ളി ഫിറ്റായിട്ടില്ല കളിക്കാനായിട്ട്. ഒപ്പം ജൂഡ് ബെല്ലിംഗ്ഹാം ഇല്ല, ജൂഡ് ബെല്ലിംഗ്ഹാം ബാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സാണ് ഈ മത്സരത്തിൽ കളിക്കാനില്ലാതിരുന്നത്. അതായത് എന്താണ്, ഇവരൊക്കെ ഓൺ ദ ബോൾ അവരുടെ എബിലിറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ജൂഡ് ബെല്ലിംഗ്ഹാമൊക്കെ കവർ ചെയ്യുന്ന ഗ്രൗണ്ട് ഉണ്ട്, ഫെഡെയൊക്കെ കവർ ചെയ്യുന്ന ഗ്രൗണ്ട് ഉണ്ട്, ഫെഡെയൊക്കെ ഡിഫെൻസീവ്ലി കൊടുക്കുന്ന സപ്പോർട്ടുണ്ട്, ജൂഡ് ഡിഫെൻസീവ്ലി കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്, അവരൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ഈവൻ സെബയോസും ഡിഫെൻസീവ്ലി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇവരൊന്നും ഇല്ലാത്ത ആ റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡ് ശരിക്കും പലപ്പോഴും വേക്കൻ്റായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിലൂടെ റയൽ ബെറ്റിസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. പ്രധാനമായിട്ടും ഇസ്കോ ഡിസ്കോ, വാട്ട് എ ഫുട്ബോളർ, ഫോമർ റയൽ മാഡ്രിഡ് പ്ലെയർ അസാധ്യ പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ്റേതായിട്ടുള്ള സമയം എടുത്തിട്ട് പാസ്സൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് സുന്ദരമായിട്ട് കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. 32-ാമത്തെ വയസ്സിൽ താൻ ഫുട്ബോളിൽ എല്ലാം നേടിയെടുത്തുള്ള തൻ്റെ ഫോമർ ക്ലബിനെതിരെ കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ്. മാത്രമോ ജോണി കാർഡോസോ എന്ന് പറയുന്ന
ആ ഒരു മിഡ്ഫീൽഡർ അമേരിക്കക്കാരനാണ്, 23-കാരൻ, എന്താണ് ഒരു മിസ്റ്റേക്ക് പോലും വരുത്തിയതായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡബിൾ പിവോട്ടിലെ പാർട്ട്ണർ അൽത്തമീര ഫാന്റാസ്റ്റിക് ആയിട്ട് കളിക്കുന്നു. ഒരു മിസ്പ്ലേസ്ഡ് പാസ് പോലും ചെങ്ങായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. റൈറ്റ് വിങ്ങിൽ ആന്റണി റെജുവിനേറ്റഡ് ആയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് റേറ്റ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. ബോൾ കിട്ടുന്ന സിനാരിയോയിൽ അദ്ദേഹം ടേക്ക് ഓൺ ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ. ലെഫ്റ്റ് വിങ്ങിൽ ജെസൂസ് റോഡ്രിഗസ് എന്ന് പറയുന്ന 19-കാരനായിട്ടുള്ള ആ ഒരു ടീനേജ് സെൻസേഷൻ മികച്ച രീതിയിൽ കളിക്കുന്നു. പിന്നെന്താണ്, അവിടെ വാസ്കസ് ആണുള്ളത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ജെസൂസ് റോഡ്രിഗസിന് എളുപ്പമായിരുന്നു. ബെറ്റിസ് കൂടുതലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതെല്ലാ മാനേജർമാർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. അതിലൂടെ ജെസൂസ് റോഡ്രിഗസും പിന്നെ ഈവൻ കൂച്ചോ ഹെർണാണ്ടസിൻ്റെ നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ റയൽ മാഡ്രിഡിന് ഇടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. കൂച്ചോ ഹെർണാണ്ടസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാനുവരി സൈനിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ബെറ്റിസിലേക്ക് കൂച്ചോ. പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്ക് ബാർത്ര ഫാന്റാസ്റ്റിക് ബ്ലോക്കുകൾ നടത്തുന്നു, ആ ഒരു അഗ്രഷൻ കാഴ്ചവെക്കുന്നു, മനോഹരമായിട്ട് ചെങ്ങായം കളിക്കുന്നു. അപ്പോൾ ഇതിൽ പിന്നെ വിനി ജൂനിയർ വേഴ്സസ് സബാലി ബാറ്റിൽ നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സബാലിയൊക്കെ മനോഹരമായിട്ട് വിനിയെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും 1v1 ബാറ്റിൽ സബാലി പിന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇപ്പുറത്ത് സ്വിറ്റ്സർലാൻഡുകാരനായിട്ടുള്ള 32-കാരനായിട്ടുള്ള റിക്കാർഡോ റോഡ്രിഗസ് ആണ് ലെഫ്റ്റ് ബാക്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മനോഹരമായിട്ട് കളിക്കുന്നു, നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പം അദ്ദേഹം ഇൻസൈഡ് റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇൻസൈഡ് റണ്ണ് ഒരു പെനാൽറ്റിയിൽ കലാശിക്കേണ്ടതായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ടാണ് അത് പെനാൽറ്റി കൺസിഡർ ചെയ്യാതിരുന്നത്. റെഫറി അത് പെനാൽറ്റി കൊടുത്തില്ല. ചൊമേനിയുടെ വളരെ നാസ്റ്റി ആയിട്ടുള്ള ഒരു ടാക്കിളായിരുന്നു. 2-1 നിൽക്കുമ്പോൾ 3-1 ആക്കാനുള്ള അവസരമായിരുന്നു അത് ബെറ്റിസിനൊക്കെ ആ ഒരു അവസരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ സബ്ബുകൾ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ചിമി അവിയിലേക്ക് ഉണ്ടല്ലോ, ഫ്രഷ് ലെഗ്സ് ആയിട്ട് ചെങ്ങായി വരുമ്പോണ്ടല്ലോ ഒരു പെസ്റ്റാണ് ചെങ്ങായി. എടങ്ങറുണ്ടാക്കും. ആളൊക്കെ ഭയങ്കരമായിട്ടുള്ള വർക്ക് എത്തിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായിയാണ്. എടങ്ങർ പിടിച്ച പ്ലെയറാണ്. അതുപോലെ തന്നെ ബക്കാംബുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ റൂയിബാൽ ഡിഫൻസിലേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു അവസാനത്തെ കുറച്ച് മിനിറ്റ്സുകളിൽ. അപ്പോൾ കൃത്യമായിട്ടുള്ള സബ്ബുകളും പിന്നെ നമ്മുടെ പെല്ലെഗ്രീനി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഈ പെല്ലെഗ്രീനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, പെല്ലെഗ്രീനി അവസാനമായിട്ട് റയൽ മാഡ്രിഡിനെ ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തുന്ന 2012 മലാഗയുടെ മാനേജറായിരിക്കുമ്പോഴാണ്. അന്നും ഇസ്കോ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു മലാഗയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റയൽ മാഡ്രിഡിനെ പെല്ലെഗ്രീനി പരാജയപ്പെടുത്തുമ്പോൾ ഇസ്കോ ഗോൾ അടിച്ചിട്ടുണ്ട്. 2-1 എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൽ തന്നെ പെല്ലെഗ്രീനി ബെറ്റിസിൻ്റെ മാനേജറിന് ശേഷം ഇത് 10ാമത്തെ പിന്നെ അറ്റംപ്റ്റിലാണ് ഈ ഒരു വിജയം അദ്ദേഹത്തിന് മാഡ്രിഡിനെതിരെ കരസ്ഥമാക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ബെറ്റിസിനെതിരെ കാർലോ അഞ്ചലോട്ടിയും ഒരു ലാലിഗ മത്സരം പരാജയപ്പെടുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇത് ഒരു ഹ്യൂജ് ബ്ലോ ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം. ഇനി ഇതിൽ നമ്മൾ ഇസ്കോയുടെ ചില നമ്പേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ 97 ടച്ചസ്, ഒരു ഗോള്, 3 ഷോട്ട്സ്, അതിൽ 1 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്, അത് ഗോളാണ്. ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു പെനാൽറ്റി ബെറ്റിസ് വിൻ ചെയ്തിട്ടുള്ള ഫാന്റാസ്റ്റിക് ബോളും നമുക്ക് ഇസ്കോയുടെ ഭാഗം തന്നെയാണ് കാണാൻ സാധിച്ചത്. 6 കീ പാസ് പ്രൊവൈഡ് ചെയ്യുന്നു, 13 ഡ്യൂവലുകളിൽ 6 വിൻ ചെയ്യുന്നു, 2 ഇൻ്റർസെപ്ഷൻസ്, 2 ടാക്കിളുകൾ. ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. അദ്ദേഹം ആ ഗോൾ അടിച്ചതിന് ശേഷം, പെനാൽറ്റി കൺവേർട്ട് ചെയ്തതിന് ശേഷം ഒരു നീ സ്ലൈഡ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹത്തിന് അത് എന്താ പറയുക, തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മത്സരത്തിന് ശേഷം അദ്ദേഹം റയൽ മാഡ്രിഡ് ആരാധകരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിന് സ്പെഷ്യൽ പ്ലേസ് തന്നെ തൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ബെറ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ 10-15 മിനിറ്റ് അവരൊന്ന് എന്താ പറയുക ലോ ബ്ലോക്കിൽ ഇരുന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് റയൽ മാഡ്രിഡ് മുതലെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ 10ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് അടിക്കുന്നത്, അതിൽ കിലിയൻ എംബാപ്പയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതിൽ തന്നെ റുഡിഗറിൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസ്, ഫാന്റാസ്റ്റിക് പാസ്സാണത്. അപ്പോൾ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ബോക്സിൻ്റെ പുറത്ത് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ കിലിയൻ എംബാപ്പെ ബോൾ റിസീവ് ചെയ്യുന്നത്, ഇതിൻ്റെ ടേൺ ഫാന്റാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ മെൻഡി അൺയൂഷ്വലായിട്ടുള്ള ആ ഒരു ഫൈനൽ തേർഡ് എൻട്രി നടത്തുന്നു, ബോക്സിലേക്കുള്ള എൻട്രി നടത്തുന്നു. എംബാപ്പെ ബ്യൂട്ടിഫുള്ളായിട്ട് ടേൺ ചെയ്തിട്ട് അദ്ദേഹം ഈ ഒരു ത്രൂ ബോൾ പിക്ക് ചെയ്യുകയാണ്, അതായത് മെൻഡിയുടെ റണ്ണ് പിക്ക് ചെയ്യുകയാണ്. ഫാന്റാസ്റ്റിക് റണ്ണാണ് അവിടെ മെൻഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. അധികം അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണാത്ത തരത്തിലുള്ള സംഭവമാണ്. മാത്രമല്ല ബോക്സിലേക്ക് എത്തിയതിനു ശേഷം കമ്പോഷർ നമ്മൾ കണ്ടു മെൻഡിയുടെ അടുത്ത്. അവിടെ അദ്ദേഹം മനോഹരമായിട്ട് അത് സ്ക്വയർ ചെയ്തിട്ട് ബ്രഹീം ഡിയാസ് അപ്പോഴേക്കും മൂവ്മെൻറ്റ് ബോക്സിലേക്ക് നടത്തിയിട്ടുണ്ട്. ബ്രഹീം ഡിയാസിന് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെയും അദ്ദേഹം ഫാന്റാസ്റ്റിക്കായിട്ട് ഫിനിഷ് ചെയ്യുന്നു. നല്ല സ്റ്റാർട്ട് റയൽ മാഡ്രിഡ് നേടാൻ സാധിച്ചു. പക്ഷേ പിന്നീട് റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ്ങിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു.
ബ്രഹീം ഗോളടിച്ചു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പക്ഷേ ജൂഡ് ഈ ടീമിൽ ഓവറോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൊടുക്കാൻ ബ്രഹീമിന് സാധിക്കില്ലല്ലോ. അത് ആർക്കും സാധിക്കില്ല. അത് ജൂഡിന് മാത്രം സാധിക്കുന്ന തരത്തിലൊരു സംഭവമാണ്. ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിംഗ് ഏരിയയിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ജൂഡ് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതിന് നല്ല പണിയെടുക്കണം. അമ്മാതിരി പണിയെടുക്കാനുള്ള മെൻറ്റാലിറ്റി വേണം. അത് ജൂഡിനുണ്ട്. ജൂഡ് അത്തരത്തിലൊരു ടീം പ്ലെയറാണ്. ടീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഫെഡെ വാൽവെർദെയുടെ ആബ്സെൻസ്. പിന്നെ മൊത്തത്തിൽ റയലിനെ സംബന്ധിച്ചോളം അവരുടെ പ്രസ്സിംഗ് വീക്കായിരുന്നു. ഈ സീസണിൽ മൊത്തത്തിൽ അവരുടെ പ്രസ്സിൽ പ്രശ്നമുണ്ട്. പക്ഷേ ആ മാൻ സിറ്റിക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. മനോഹരമായിട്ട് പ്രസ് ചെയ്യുന്നു. മാൻ സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ റയൽ മാഡ്രിഡ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു. അവരുടെ ഫോർവേഡ് പ്ലേയേഴ്സ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് ബെറ്റിസ് അല്ലേ, അത്രയ്ക്ക് എഫേർട്ട് മതി എന്നുള്ള രീതിയിലുള്ള പ്രകടനമാണ് ചില റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. ഇപ്പോൾ വിനി ജൂനിയർ ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും കാര്യമായിട്ട് ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇടക്കും തലക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ട്രാക്ക് ബാക്ക് ചെയ്തു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആൻ്റണിയൊക്കെ ആണെങ്കിൽ ആ ഒരു റൈറ്റ് വിങ്ങിൽ ഡിഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മനോഹരമായിട്ട് അദ്ദേഹം ടേക്ക് ഓണുകളും കാര്യങ്ങളും നടന്നു കാണാൻ സാധിച്ചിരുന്നു. ജീസസ് റോഡ്രിഗസും ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പുറത്തെ വിങ്ങിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് അവരുടെ പ്രസ്സിംഗ് പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് റയൽ മാഡ്രിഡിൻ്റെ പ്രധാനമായിട്ടും പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിലിപ്പോൾ ഈ ജൂഡൊക്കെ ആ ഗ്രൗണ്ടിൽ ഒരു എക്സാമ്പിൾ കാഴ്ചവെക്കാറുണ്ട്, ഫെഡെ ആണെങ്കിലും. അപ്പോൾ അത്തരത്തിലൊരു എക്സാമ്പിൾ ഇല്ലാത്ത സ്ഥിതിക്ക്, അത്തരത്തിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള എഫേർട്ടും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണ് ഒബ്വിയസ്ലി കാർലോ ആൻചെലോട്ടി അതിന് ഒരു പരിധിവരെ ബ്ലെയിം നേരിടേണ്ടതുണ്ട്. ഒപ്പം പ്രധാന ബ്ലെയിം അവിടെ ഇന്നലെ കളിച്ച പ്ലേയേഴ്സ്, ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്നലെ കളിച്ച പ്ലേയേഴ്സ് എന്ത് തേങ്ങയാണ് ചെയ്തതെന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള എന്താണ് ഒരു വിൽ ടു വിൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് ശരിയല്ല. പക്ഷേ പിന്നെ മാനുവൽ പെല്ലഗ്രിനി ടീമിനോട് ആഹ്വാനം ചെയ്തു, ഈ ലോ ബ്ലോക്ക് പരിപാടി നടക്കില്ല, മുമ്പോട്ടേക്ക് കയറി പ്രസ് ചെയ്തോ, നല്ല അഗ്രഷൻ കാഴ്ചവെച്ചോ, പരിപാടി നടക്കും എന്നുള്ളത്. അങ്ങനെ പിന്നെ മെല്ലെ ബെറ്റിസ് ഗെയിമിലേക്ക് വരുന്നു. റയലാണെങ്കിൽ അവരുടെ ഒരു പൊസഷൻ ഇവർ വെറുതെ കളയുന്നുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് മിസ്പ്ലേസ്ഡ് പാസുകളുണ്ടായിരുന്നു. ഫസ്റ്റ് ടച്ചിൽ പ്രശ്നമുണ്ടായിരുന്നു. 50-50കളൊക്കെ പിന്നെ വിജയിക്കുന്നുണ്ടായിരുന്നു ഫുള്ള് ബെറ്റിസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക സീരിയസ്നെസ് നമുക്ക് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൽ കാണാൻ സാധിക്കുന്നില്ല. അതൊരു ഭയങ്കര ഒരു മോശം സംഭവമാണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മത്സരമാണ്. ആ സീരിയസ്നെസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ ഇവർ ബെറ്റിസ് ആണെങ്കിൽ പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ സെറ്റ് പീസ് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നു, ലോങ് ഷോട്ടുകൾ അവരടിക്കുന്നു. പിന്നെ എന്താണ് അവർ ആ ഒരു ഡോറ് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കോർണർ, ആ ഒരു ഗോൾ വന്ന കോർണർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ആ ഒരു വാസ്കസ് എപ്പോഴും അറ്റാക്കിംഗ് മൈൻഡറാണ്. അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാറില്ല നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുറകിൽ സ്പേസ് ഉണ്ട്. അത് ലുക്കിറ്റയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു ലാക്ക് ഓഫ് എനർജി നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ അദ്ദേഹം എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ഡിഫൻസിൽ നിന്ന് ബോളൊക്കെ റിസീവ് ചെയ്തിട്ട് ഫസ്റ്റ് പാസ് അദ്ദേഹത്തിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എന്താണ് സബയോസ് കൊടുക്കുന്ന കവർ അല്ലെങ്കിൽ ഫെഡെ കൊടുക്കുന്ന കവർ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഈ പിന്നെ ജോണി കാർഡോസോയുടെ ഡബിൾ പിവോട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നല്ലതായിരുന്നു. ഈ വാസ്കസും റുഡിഗറും പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിലുള്ള ഗ്യാപ്പിലേക്ക് അദ്ദേഹം മൂവ് ചെയ്യുന്നു. പിന്നെ അത് റുഡിഗർ ഡിഫെൻഡ് ചെയ്തൊരു കോർണർ കലാശിക്കുകയാണ്. ആ കോർണർ ഇസ്കോ ആണ് ബോക്സിലേക്ക് ബോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാന്റാസ്റ്റിക് ഡെലിവറി. അതിൽ ലുക്കിറ്റെ ആയിരുന്നു ഈ കാർഡോസോയെ മാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അത് തന്നെ ഒരു മിസ്മാച്ചാണ് അവിടെ. അങ്ങനെ കാർഡോസോയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഹെഡർ അടിക്കാനുള്ള അവസരം, ഫ്രീ ഹെഡർ അദ്ദേഹം മനോഹരമായിട്ട് ഇത് ഹെഡ് ചെയ്യുന്നു. പവർഫുൾ ഹെഡറാണ്. കോർട്ടുവയുടെ കയ്യിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു. 1-1 മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. മരീനിലെ 55,000-ഓളം വരുന്ന കാണികൾ പിന്നെ അങ്ങോട്ട് നോയ്സ് ഉണ്ടാക്കി തുടങ്ങി. ആ ഡിസേർവിങ് ഈക്വലൈസറാണ് അവർ നോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ ആ ഒരു മൊമെൻറ്റിന് ശേഷം ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കോർണർ സിനാരിയോ. അഗെയിൻ ഇസ്കോയുടെ ഡെലിവറി, കാർഡോസോ ഹെഡർ വിൻ ചെയ്യുന്നു. അത് ചെമേനിയിൽ തട്ടിയിട്ട് കോർട്ടുവ മനോഹരമായിട്ട് അവിടെ സേവ് ചെയ്യുകയാണ്. കോർട്ടുവയുടെയൊക്കെ ക്ലച്ച് സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതെങ്ങനെയാണ് ചങ്ങായി അത്ര മനോഹരമായിട്ടുള്ള റിഫ്ലക്സ് കാഴ്ചവെച്ചിട്ട് അദ്ദേഹം തട്ടി ബാറിന് മുകളിലൂടെ കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാന്റാസ്റ്റിക് സേവാണ്. അപ്പോൾ അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ലീഡ് എടുക്കാനുള്ള ബെറ്റിസിൻ്റെ സുവർണാവസരം തിബോ കോർട്ടുവ തടഞ്ഞു നിർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാഡിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഹാഫിൽ 3 അറ്റംപ്റ്റുകളെ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. വെറും 3 അറ്റംപ്റ്റുകൾ. ബെറ്റിസ് 9 അറ്റംപ്റ്റുകൾ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 10-15 മിനിറ്റിന് ശേഷം ബെറ്റിസ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ അവർ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചു. കാർഡോസോ ആണെങ്കിലും അതേപോലെ തന്നെ അൽറ്റിമേര ആണെങ്കിലും ആ ഒരു മിഡ്ഫീൽഡ് ഫാന്റാസ്റ്റിക്കായി കളിക്കുന്നു. ഇസ്കോ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വില്ലിനനുസരിച്ച് അദ്ദേഹം കളിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ കിലിന്
തുടക്കത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം, തൻ്റെ റൈറ്റിലൂടെ വിനി റൺ ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ബാർത്ര ബ്ലോക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഫാന്റാസ്റ്റിക് ഡിഫെൻഡിങ് ആണ് ബാർത്രയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സീക്വൻസിൽ എങ്ങനെയാണ് ബെറ്റിസ് പെനാൽറ്റി വിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്ന് റുഡിഗർ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു ഡയഗണൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി മഴയൊക്കെ ഇങ്ങനെ പെയ്തിട്ട് ഭയങ്കര വെറ്റായിട്ടുണ്ട് ഫീൽഡ്, ഭയങ്കര മഴ പെയ്തു. തുടക്കത്തിൽ മഴ ഉണ്ടായിരുന്നില്ല, പിന്നെ മഴ പെയ്ത് ആകെ വെറ്റായി. എംബാപ്പയ്ക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് ത്രോയിനിലേക്ക് പോകുന്നു. ആ ത്രോയിന് വീണ്ടും റയൽ മാഡ്രിഡ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിനി ജൂനിയർ ആ ഒരു ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ക്രോസ് കൊടുക്കുന്നു. ആ ക്രോസ് പക്ഷേ അഡ്രിയാൻ എന്ന് പറയുന്ന മുൻ ലിവർപൂളിൻ്റെ കീപ്പർ ചങ്ങായി അത് സേവ് ചെയ്യാണ്. ആഡ്രിയൻ മനോഹരമായിട്ട് കളിച്ചാണ്. അതിൻ്റെ ചില ക്രോസുകൾ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും അതിൻ്റെ ആൻറ്റിസിപ്പേഷനൊക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അദ്ദേഹം തട്ടി മാറ്റുന്നു. അതേപോലെ തന്നെ ബാർട്ടയുടെ നല്ലൊരു ബ്ലോക്ക് നമുക്ക് ആ ഒരു സീക്വൻസിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, എംബാപ്പെ റൈറ്റിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ബോൾ റീസൈക്കിൾ ചെയ്തിട്ട് റയൽ മാഡ്രിഡിൽ തന്നെ എത്തുകയാണ്. എന്നിട്ട് റൈറ്റിലേക്ക് എംബാപ്പെ നീങ്ങിപ്പോകുന്നു. റോഡ്രിഗോയുടെ എംബാപ്പയെ കൊടുത്തുള്ള പാസ്, വേവേഡ് പാസ്, നേരെ ത്രോയിനിലേക്ക് പോവുകയാണ്. പിന്നെ എന്താണ്, ഈ പെനാൽറ്റി ഇൻസിഡൻറ്റ് വരികയാണ്. അപ്പോൾ ഈ ഹാഫ് വെയിലിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് റയൽ മാഡ്രിഡ് ഹൈലൈനൊക്കെ കീപ്പ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡേവിഡ് അലാബ ബോൾ വിൻ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹാഫ് വെയിലിന് കടന്നിട്ട് ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങി പോകുന്നുണ്ട്. അവിടെ ചൊമേനിയുണ്ട്. അപ്പോൾ അവിടെ കൂച്ചോ ഹെർണാണ്ടസും ഇസ്കോയും തമ്മിലുള്ള, ഒപ്പം നമ്മുടെ ഈ ജീസസ് റോഡ്രിഗസും ഉണ്ട്. ഇവർ മൂന്നും ഉണ്ട്. 4 റയൽ മാഡ്രിഡിൻ്റെ താരമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇവരുടെ ഈ ഒരു വൺ ടച്ച് പാസിങ്ങിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബോൾ വിൻ ചെയ്യാൻ സാധിക്കില്ല. അലാബ എന്തിനും അത്ര ദൂരം കയറിപ്പോയി എന്നൊന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ചൊമേനിയും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അലാബ അങ്ങോട്ടേക്ക് കയറിപ്പോയി, എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ചങ്ങായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കൂച്ചോ ഹെർണാണ്ടസ് വൺ ടച്ചിൽ ഇസ്കോക്ക് പാസ് കൊടുക്കുമ്പോൾ, ഇസ്കോ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ്. അദ്ദേഹത്തെ അലാബ പിന്നെ ഡ്യൂൽ വിൻ ചെയ്യാനുള്ള ശ്രമം നടന്നുണ്ട്, നോ രക്ഷ. പിന്നെ ഈ ജെസൂസ് റോഡ്രിഗസ് സ്പേസ് കണ്ടിട്ട് കൂച്ചോ ഹെർണാണ്ടസ് ലെഫ്റ്റ് വിങ്ങിലേക്ക് നീങ്ങിപ്പോയി. അത് ഇസ്കോക്ക് വേറൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഒരു ഔട്ട്ലെറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ജെസൂസ് റോഡ്രിഗസ് ഈ റുഡിഗർക്കും മെൻഡിക്കും ഇടയിലുള്ള വലിയ സ്പേസ് കണ്ടു, അങ്ങോട്ടേക്ക് നീങ്ങി. അത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണത്. അപ്പോൾ ഇസ്കോ ആ സ്പേസിലേക്ക് നീങ്ങിയിട്ടുള്ള ജെസൂസ് റോഡ്രിഗസിനെ പിക്ക് ചെയ്യാണ്. ജെസൂസ് റോഡ്രിഗസിൻ്റെ റൈറ്റിലൂടെ ആൻ്റണി റൺ ചെയ്യുന്നുണ്ട്. മെൻഡി ആ ആൻ്റണിയിലേക്കുള്ള പാസ് കട്ട് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ഈ റുഡിഗർ ആണെങ്കിൽ എന്താണ്, അവർ റിക്കവറി നടത്തുകയാണ്. ജെസൂസ് റോഡ്രിഗസ് ഒറ്റയ്ക്ക് ഗോൾ അടിക്കാനുള്ള ശ്രമമാണ്. റുഡിഗർ ചങ്ങായിനെ ബോക്സിൽ വീഴ്ത്തുന്നു. ക്ലിയർ പെനാൽറ്റിയാണ്, ഒന്നും പറയാനില്ല. അലാബയൊക്കെ തിരിച്ച് ഓടി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ എന്താണ്, ഭയങ്കര ലഥാർജിക്കായിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചു. ചൊമേനി വളരെ ലേറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ജെസൂസ് റോഡ്രിഗസ് ബോക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റയൽ ബെറ്റിസ് പെനാൽറ്റി വിൻ ചെയ്യുന്നു. അതിലുള്ള സ്ക്വാഡ് ഇമ്പാക്റ്റ്, ജെസൂസ് റോഡ്രിഗസിൻ്റെ റൺ എല്ലാം ഫാന്റാസ്റ്റിക് ആണ്. റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നു. വാസ്കസ് ഒക്കെ വളരെ മുമ്പിലാണ് കയറി നിൽക്കുന്നത്. എന്നിട്ട് ബോൾ വിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ്. അപ്പോൾ അവിടെ വാസ്കസ് ഉണ്ടായിരുന്നു, അലാബ ഉണ്ടായിരുന്നു, ചെമേനി ഉണ്ടായിരുന്നു, രക്ഷ. എന്നിട്ടും അവിടെ ബോളുമായിട്ട് പോകുന്നത് ഇസ്കോയും പിള്ളേരുമായിരുന്നു. അങ്ങനെ പെനാൽറ്റി അടിക്കുന്ന ഇസ്കോ ആണ്. ഇസ്കോയുടെ ഫോമർ ക്ലബിനെതിരെ, ഫോമർ കീപ്പറിനെതിരെ. തിബോ കോർട്ടുവൊക്കെ നന്നായിട്ട് അറിയായിരിക്കും എങ്ങോട്ടായിരിക്കും ഇസ്കോ അടിക്കാന്നുള്ളത്. ഫാന്റാസ്റ്റിക്. തിബോ കോർട്ടുവ ചാടി അതിലേക്ക് തന്നെ അദ്ദേഹം അടിക്കുന്നു. പക്ഷേ അതിൻ്റെ ഹൈറ്റ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഗോൾ അടിക്കുന്നു, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു. 2-1 ലീഡ് ബെറ്റിസിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. പിന്നെ 60ാമത്തെ മിനിറ്റിൽ തന്നെ ചേഞ്ചസ് വരുത്താൻ കാർലോ അൻചെലോട്ടി തീരുമാനിക്കുന്നു. ബ്രഹീം ഡിയാസിനെ അതുപോലെ തന്നെ അലാബയെ മാറ്റുന്നു. എന്നിട്ട് കമവിംഗയും ആർദാ ഗുലറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ എന്താണ്, പിന്നെ ചൊമേനിയ ഡിഫൻസിലേക്ക് പോകുന്നു, കമവിംഗ മിഡ്ഫീൽഡിൽ പൊസിഷൻ എടുക്കുന്നു. ആർദാ ഗുലർ ആ ഒരു ബ്രഹീം ഡിയാസിൻ്റെ റോളാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആർദാ ഗുലറിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഫോം അത്ര മികച്ചതല്ല. കഴിഞ്ഞ സീസണിൽ എപ്പോഴൊക്കെ ബെഞ്ചിൽ നിന്ന് വരുമ്പോഴും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈവൻ 2 മിനിറ്റാണോ 3 മിനിറ്റാണോ എന്നുള്ളതൊന്നും നോക്കാതെ തന്നെ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ സീസണിൽ അദ്ദേഹത്തിന് ആ ഒരു ഫിസിക്കലി ഇമ്പോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ബോളൊക്കെ നഷ്ടപ്പെടുന്ന സിനാരി നമ്മൾ കാണുന്നു. ഒരു തരത്തിലും എന്താണ്, ആ ഒരു അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ എന്താണ്, ആ ഒരു ലാക്ക് ഓഫ് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്, അദ്ദേഹം ആ ഒരു പിന്നെ ബോളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ഫിസിക്കലി ഈ ബെറ്റിസിൻ്റെ താരങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റും മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. കമവിംഗയും ഹോപ്പ്ഫുൾ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ എംബാപ്പയെ കൊടുക്കുന്നു. അതൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ബെറ്റിസ് സംബന്ധിച്ചോളം ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിനാരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. പിന്നെന്താണ്, കാർഡോസോയുടെ ബാക്ക് ഹീൽ പാസ് ഇസ്കോക്ക്, ഇത് ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിലാണ് നടക്കുന്നത്. കാർഡോസൊക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നു കളിച്ചിട്ടുള്ളത്. ഇസ്കോ പിന്നെ എന്താണ്, അദ്ദേഹത്തിലേക്ക് പ്രസ്സൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ടേൺ എടുക്കുന്നു. എന്നിട്ട് ആൻ്റണിയുടെ റൈറ്റ് വിങ്ങിലുള്ള റണ്ണ് പിക്ക് ചെയ്യാണ്. അപ്പോഴേക്കും റുഡിഗർ അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് പോയിട്ടുണ്ട്. മെൻഡി ഔട്ട് ഓഫ് പൊസിഷനിലാണ്. അങ്ങനെ റുഡിഗർ വേഴ്സസ് ആൻ്റണി ബാറ്റിൽ. അവിടെ ആൻ്റണി മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ
ഈ ബോക്സിലേക്കുള്ള കൂച്ചോ ഹെർണാണ്ടസിനെ റണ്ണപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കൂച്ചോയുടെ അടുത്ത് ചൊമേനിയാണ്. അവിടെ കൂച്ചോയുടെ ഫസ്റ്റ് ടച്ച് ഫാന്റാസ്റ്റിക് ആണ്. അദ്ദേഹം ആ ബോക്സിന് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിപ്പോയി ഫസ്റ്റ് ടച്ചോട്. എന്നിട്ട് അത് അദ്ദേഹത്തിന് ഷോർട്ട് പക്ഷേ ഡ്രാഗ് ചെയ്ത് പോയി. അതും അഗെയിൻ ബെറ്റിസിൻ്റെ ലീഡ് ഉയർത്താനുള്ള സുവർണാവസരമായിരുന്നു കൂച്ചോയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ചിനിയ വീലയെ കൊണ്ടുവരുന്നു, ജെസൂസ് റോഡ്രിഗസിന് പകരമായിട്ട് എൻട്രിക്കിനെ കൊണ്ടുവരുന്നു, എംബാപ്പയെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. 10-15 മിനിറ്റ് ബാക്കി നിൽക്കുകയാണ് അത്തരത്തിലുള്ള ഡിസിഷൻ കാർലോ അൻചെലോട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാർലോ അൻചെലോട്ടി എക്സ്പ്ലനേഷൻ കൊടുത്തതെന്ന് വെച്ചാൽ എംബാപ്പെ ആ ഒരു ഷാപ്പല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല ടീമിൻ്റെ കൂടെ, അദ്ദേഹത്തിന് ആ ഒരു പിന്നെ പല്ലിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സോസിലാൻഡ് എന്നുള്ള മത്സരത്തിൽ കളിക്കാതിരുന്നത്. മാത്രമല്ല എന്താണ് സ്ലോപ്പി ആയിരുന്നു എംബാപ്പെ ആണെങ്കിലും വിനി ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ആരും നന്നായിട്ട് കളിച്ചില്ല. ആ റയൽ മാഡ്രിഡ് സൈഡിൽ ഈ മത്സരത്തിന് ശേഷം തലയുയർത്തിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയ ആകെ തിബോ കോർട്ടോക്ക് മാത്രമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ബാക്കി എല്ലാവരും ആവറേജിനും താഴെയായിരുന്നു. ലുക്കിറ്റോ ഓക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ് ഈ ബക്കാംബുവിനെയും കൊണ്ടുവരുന്നു, റുബിയാലിനെ കൊണ്ടുവരുന്നു. ആ ഒരു ഡിഫൻസ് പിന്നെ സെറ്റാക്കാനാണ് റുബിയാലിനെ കൊണ്ടുവന്നത്. അദ്ദേഹം ഡിഫൻസീവ് കോൺട്രിബ്യൂഷനൊക്കെ നടത്തിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് മത്സരത്തിൽ ആകെ 2 ഷോട്ട് ഓൺ ടാർഗറ്റിൽ അടിച്ചിട്ടുള്ളൂ. 1 ഗോളും മറ്റൊന്ന് വിനി ജൂനിയറിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒന്ന് കട്ടിൻ ചെയ്തിട്ടുള്ള ഒരു ഷോട്ട്, അത് നേരെ ഏഡ്രിയാൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിനിക്കെതിരെ മനോഹരമായിട്ടുള്ളൊരു ടാക്കിള്, സ്ലൈഡിങ് ടാക്കിള് ബാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് ടാക്കിളാണ്. ഫോമർ ബാഴ്സലോണ പ്ലെയറാണ് ബാത്ര എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഗ്രേറ്റ് ടാക്കിൾ. അതിനുശേഷം വിനിയുടെ കിളി പോയി. അതിന് മുമ്പേ തന്നെ ഇങ്ങനെ കിളി ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ നിലവിളിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആവശ്യമില്ലാണ്ട് നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒന്നാമത് ഡെസ്പറേറ്റ് ആയിട്ടേ ചങ്ങായി എന്തൊക്കെയോ ചെയ്യാൻ നോക്കുകയാണ്. ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ഒറ്റയ്ക്ക് കളി ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ സബാലി ആണെങ്കിലും ബാത്ര ആണെങ്കിലും പിന്നീട് വന്ന റുയ്ബാലാണെങ്കിലും സമ്മതിക്കുന്നില്ല, നല്ലൊരു ഡിഫെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ബാക്കിയുള്ളവരായിട്ട് അദ്ദേഹത്തിന് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം എന്താണ് ചില പാസുകൾ കാണുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അത് പാളിപ്പോകുന്നു. അത് പാളിപ്പോകുമ്പോൾ ചങ്ങായിയുടെ കിളി പോകുന്നു. ചങ്ങായി അവിടെ ഉള്ളവരോടും വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പിന്നെ എന്താണ് റിയാക്ട് ചെയ്യുകയാണ്, ആവശ്യമില്ലാണ്ട് നിലവിളിക്കുകയാണ്, എന്തൊക്കെയോ പറയുകയാണ്. ആരും പ്രൊവോക്ക് ചെയ്യാതെ തന്നെ പ്രൊവോക്ക് ചെയ്യപ്പെടുകയാണ്. ഒബ്വിയസ്ലി ചിലപ്പോൾ ഗ്രൗണ്ടിൽ ചാൻറ്റുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ടാവണം, അറിയില്ല, നടന്നിട്ടുണ്ടാവും. അത് എല്ലാ പിന്നെ ലാലിഗ വേ ഗ്രൗണ്ടിൽ നടക്കുന്നൊരു സംഭവമാണ്. അത് റേസിസ്റ്റ് ചാൻറ്റുകളാകുമ്പോഴാണ് നമ്മൾ അതിനെതിരെ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് ആളൊരു ഈസി ടാർഗറ്റാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി പ്രൊവോക്ക് ആയിക്കോളും എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എന്താണ് റയലിനെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രൊവോക്ഡ് ആകാതെ അദ്ദേഹം പിന്നെ കമ്പോസർ കാഴ്ചവെക്കേണ്ട ഒരു സിനാരിയോ ആയിരുന്നു. അവർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാഹചര്യമായിരുന്നു വിനി സ്റ്റെപ്പപ്പ് ചെയ്യേണ്ടത്. അതിന് പകരം വിനി എന്തൊക്കെയോ കാണിക്കുന്നു. എന്താണിത്? അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിനിയെ സംബന്ധിച്ചിടത്തോളം ലാലിഗയിൽ ഇപ്പോൾ ജിറോനയ്ക്കെതിരെ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ. പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് റെഡ് കാർഡ് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 8 ലാലിഗ മത്സരങ്ങൾ ഒരൊറ്റ ഗോളും ഒരൊറ്റ അസിസ്റ്റുമേ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അത് അത്ര നല്ലൊരു സ്റ്റാറ്റല്ല. വിനിയെ സംബന്ധിച്ചോളം സ്റ്റെപ്പപ്പ് ചെയ്യണം. ലാലിഗയിൽ അദ്ദേഹം സ്റ്റെപ്പപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒസാസുനയ്ക്കെതിരെ ചങ്ങായി ഒരു ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 8 ലാലിഗ മത്സരങ്ങൾ 1 ഗോളും 1 അസിസ്റ്റേ ഉള്ളൂ. അത് പോരാ. ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ലാലിഗയിൽ ഇങ്ങനത്തെ സിനാരിയോകളിൽ ഇങ്ങനെ കിളി പോകാതെ, ഇങ്ങനെ ആ ഒരു കൂള് നഷ്ടപ്പെടാതെ കമ്പോസർ കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇതിപ്പോൾ റുഡിഗറൊക്കെ അദ്ദേഹത്തെ പിടിച്ച് നിർത്തുകയാണ്, ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞിട്ട്. എന്തതിന് മാത്രം ഉണ്ടായെന്ന് നമുക്കറിയില്ല. ബാത്രയുടെ ടാക്കിൾ വാസ് ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ് ടാക്കിൾ. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സാമ്പാൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡ് കഴിഞ്ഞ മത്സരത്തിൽ. പക്ഷേ ലീഡർഷിപ്പിൻ്റെ ഒരു അഭാവം ആ ഒരു സിനാരിയോയിൽ എനിക്ക് കാണാൻ പറ്റി. അവിടെ വിനിയെ ഒന്ന് പിടിച്ചു നിർത്തണം, ഇങ്ങനത്തെ പരിപാടിയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തണം. അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിനി ഒരു എക്സ്ട്രാ ഓർഡിനറി ഫുട്ബോളറാണെന്നുള്ളതും ഒരു എക്സെപ്ഷണൽ ഫുട്ബോളറാണെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആങ്കർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇത്ര പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഡെലിവറി ചെയ്യേണ്ട തരത്തിലൊരു ചങ്ങയാണ്. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ കമ്പോസ്ഡായിട്ട് ഇരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലേ? അങ്ങനെ ബെറ്റിസിനെ സംബന്ധിച്ചോളം ഡിസേർവിംഗ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ്. ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആണ്, ഡോമിനൻറ്റ് പെർഫോമൻസ് ആണ്. കാർലോ അൻചെലോട്ടി തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞു, ഒരു തേങ്ങയും നമ്മൾ ചെയ്തില്ല, ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പണിപാളുന്നത്. ഇവിടെ കാർലോ അൻചെലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആ ടീം ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ചോദിക്കേണ്ടതായിട്ടില്ല. പക്ഷേ റൗൾ അസെൻസിയോ എവിടെ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോസിലാഡിനെതിരെ
റൗൾ അസെൻസിയോ 45 മിനിറ്റ് ഫുട്ബോളേ കളിച്ചുള്ളൂ, അതിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഡൈ അസെൻസിയോ എന്നുള്ള ചാൻഡുകൾ സോസിഡാഡിൻ്റെ ആരാധകർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിളി പോകാൻ സാധ്യതയുണ്ട്, റെഡ് കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് കാർലോ അൻചെലോട്ടി. പക്ഷേ ഈ ഒരു ക്രഞ്ച് മത്സരത്തിൽ റയലിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ ആ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെക്കാൾ ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്തതിൽ റയൽ മാഡ്രിഡ് പ്ലെയർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്ലെയറിനെ എന്തിന് ഇത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരം മാറ്റി നിർത്തി? അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം പിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ? പക്ഷേ യങ് ഫുട്ബോളറാണ്, അദ്ദേഹത്തെ കളിപ്പിക്കാമായിരുന്നു. ഇതെന്താണ് ബെറ്റിസിനെതിരെയുള്ള ഈ ഒരു കളി ഈസിയാക്കി എടുക്കാനുള്ള ശ്രമം റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ശരിയാണ്, ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഇന്നലെ കളിച്ച പ്ലേയേഴ്സ് എന്ത് തേങ്ങയാണ് ചെയ്തത്. ഇപ്പോൾ എൻട്രിക്കൊക്കെ വന്നിട്ട് എൻട്രിക്ക് 1-2 ഷൂട്ടിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഒരു കൺവിക്ഷൻ ഇല്ലാതെ അടിക്കുന്നു. റുഡിഗർ ചില സാഹചര്യങ്ങളിൽ ആ ഒരു 9 ആയിട്ട് അവസാനത്തെ നിമിഷങ്ങളിലൊക്കെ കളിക്കുന്ന സിനാരി ഉണ്ടായിരുന്നു. അപ്പോൾ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം റയലിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് ഒരു ത്രട്ടും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. ഒരു ബിഗ് ചാൻസ് ഒന്നും അവർ ക്രിയേറ്റ് ചെയ്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ. ബെറ്റിസ് 3 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചുള്ളൂ. 12 അറ്റംപ്റ്റിൽ അവർ നടത്തിയതിൽ 3 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ, അതിൽ 2 അവർക്ക് ഗോളാക്കാൻ സാധിച്ചു. പക്ഷേ നോട്ട് ഗുഡ് ഇനഫ് ഫ്രം റയൽ മാഡ്രിഡ്. ഇനി ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ മാഡ്രിഡ് ഡാബിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ ഫുൾ ഓൺ കോൺഫിഡൻസ്. ഇനി നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ കടന്നു കഴിഞ്ഞാലോ, ക്ലബ് അത്ലറ്റിക്കിനെതിരെ ടഫ് ഫിക്സറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 3rd and 4th ആയിരുന്നു ആ ഒരു ബാറ്റിൽ നടക്കുമ്പോൾ. അപ്പോൾ അതിൽ ക്ലബ് അത്ലറ്റിക്കിനെ സംബന്ധിച്ചുള്ള സാൻസെറ്റ് ഒന്നുമില്ല, പിന്നെ ഗുരുസെറ്റ എന്ന് പറയുന്ന 9 ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബെരങ്കറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 9 റോള്. പിന്നെ ഇനാക്കി വില്യംസ് ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ഗലററ്റയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ലറ്റിക്കോ സംബന്ധിച്ചോളം അൽവാരസിന് റെസ്റ്റ് കൊടുക്കുന്നു. അഗെയിൻ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. പക്ഷേ എന്താണ്, സൊർലോത്തും ഗ്രീസ്മനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് സാമലിനോ, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് ജൂലിയാനോ സിമിയോണി ജൂനിയറിൻ്റെ വർക്ക് എത്തിക്ക് എൻ്റെ പൊന്നു, അദ്ദേഹത്തിൻ്റെ പേസ് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ഒരു ആനിമലാണ് ചങ്ങായി, പ്രോപ്പർ സിമിയോണിയുടെ ആ ഒരു പ്ലെയർ. അങ്ങനെ അല്ലാണ്ടിരിക്കുമോ? സിമിയോണിയുടെ മകനല്ലേ, എന്താണോ മാനേജർക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കുകയാണ് ചങ്ങായി, എന്താണോ തന്തപ്പടിക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കുകയാണ് ചങ്ങായി. വാട്ട് എ പ്ലെയർ മാൻ, എമ്മാതിരി വർക്ക് റേറ്റ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാസിങ്ങും ഒക്കെ നല്ലത് തന്നെയാണ്. ആ ഒരു ടെക്നിക്കൽ ലെവലിൽ കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഫാന്റാസ്റ്റിക് ഒരു പെസ്റ്റാണ് ചങ്ങായി എന്നുള്ള കാര്യം സംശയം വേണ്ട. ഡിപ്പോളും ബാരിയോസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. ഡിപ്പോളും 1-2 സിനാരികൾ സ്ലോപ്പി ആയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പിന്നെ ഒരു ഗോൾ കലാശിക്കേണ്ടതായിരുന്നു, അത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബ്ലാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അതായത് പാസ്, ഡിഫൻസിൽ നിന്നുള്ള പാസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഇനാക്കി വില്യംസിനെ പിക്ക് ചെയ്യാണ്. ഇനാക്കി വില്യംസ് റൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ കയറി വരികയാണ് ഒബ്ലാക്ക്. മനോഹരമായിട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ അത് തടഞ്ഞു നിർത്തുന്നു ഒബ്ലാക്ക്. അതിൻ്റെ പൊസിഷനിങ് ചില സാഹചര്യങ്ങളൊക്കെ ഫാന്റാസ്റ്റിക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 0-0 എന്നുള്ള സ്കോർ ലൈനായിരുന്നു. സോർലോത്തിന് 1-2 ഹെഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിരുന്നത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധ്യതയായിരുന്നില്ല. ഒന്ന് ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നടന്നൊക്കെ നമുക്ക് കാണാൻ സാധ്യതയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ സിമിയോണിയെ സംബന്ധിച്ചോളം അദ്ദേഹം പെട്ടെന്ന് സബ്ബുകൾ ഇറക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്താണ്, കോണഗാലഗർ വരുന്നു, യൂലിയൻ അൽവാരസ് വരുന്നു, ലോറൻറ്റെ വരുന്നു, പിന്നെ പെട്ടെന്ന് തന്നെ എങ്കൽ കൊറിയയും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എങ്കൽ കൊറിയൊക്കെ സൂപ്പർ സബ്ബായിട്ടാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ സബ്ബുകളുടെ ഇമ്പാക്റ്റ് നമ്മൾ കാണാണ്. ഡിപ്പോൾ നല്ല രീതിയിൽ ലോറൻറ്റയ്ക്ക് പാസ് കൊടുക്കുന്നു. ലോറൻറ്റയുടെ ആ ഒരു ബോൾ ഉണ്ടല്ലോ അൽവാരസിന് കൊടുത്തുള്ളത്, അതിൽ എങ്കൽ കൊറിയ റൺ നടത്തുന്നുണ്ട്, അൽവാരസ് റൺ നടത്തുന്നുണ്ട്. ആ ഒരു ബോൾ അത് വിപ്പ് ചെയ്ത് കൊടുത്തുള്ള രീതി ആ റൈറ്റ് വിങ്ങിൽ നിന്ന്, വാട്ട് എ ബോൾ മാൻ, സെൻസേഷണൽ പാസ്സാണത്. അൽവാരസിലേക്ക് എത്തുമ്പോൾ അൽവാരസിൻ്റെ ഫസ്റ്റ് ടച്ച് ഫാന്റാസ്റ്റിക് ആണ്. പിന്നെ മനോഹരമായിട്ട് ഫസ്റ്റ് ചാൻസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ചാൻസ് അത് ഗോളാക്കുന്നു. അത്തരത്തിലുള്ള ക്ലിനിക്കൽ നേച്ചറുള്ള ചങ്ങായാണ്. 10 ലാ ലീഗ ഗോളുകളായി, 21 ഗോളുകളായി ഓൾ കോമ്പറ്റീഷൻസിൽ. വാട്ട് എ ഫുട്ബോളർ ഹൂലിയൻ അൽവാരസ്. അതായത് സ്പൈഡർ എന്ന് വെളിപ്പേരുള്ള ഈ ലിറ്റിൽ അർജന്റീന ഉണ്ടല്ലോ, ഒരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ്. ക്ലച്ച് മൊബൈലിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ഫാന്റാസ്റ്റിക് ആണ്. സിമിയോണിക്ക് ആ ചങ്ങാനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ടാവും ഓരോ അവസരത്തിലും അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ. പിന്നെ ക്ലബ് അത്ലറ്റിക് ആണെങ്കിൽ ചാൻസിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെരങ്കറിന് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. റൈറ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് കൊടുത്തിട്ടുള്ള സാധനം, റൈറ്റിൽ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സാധനം ബോക്സിൽ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് നേരെ ഒബ്ലാക്കിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ ഇല്ലായ്മ, ഒരു പ്രോപ്പർ നാനിൻ്റെ ഒരു അഭാവം ആ ഒരു സൈഡിലുണ്ട്. പിന്നെ ഗുരുസെറ്റയൊക്കെ കൊണ്ടുവന്ന് നോക്കി, സാൻസെറ്റിനെ ശരിക്കും അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, കോർണറിൽ നിന്ന് ഈ സെറ്റ് പീസിൽ നിന്നുള്ള അത്ലറ്റിക് മാഡ്രിഡ് ഡിഫെൻഡിങ് ഇപ്പോൾ ഇത്തിരി പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ബാഴ്സലോണയ്ക്ക് 2 ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ബോക്സിലേക്ക് ബോൾ വരുമ്പോൾ ഹെഡർ അത് പിന്നെ വുഡ്ബക്കിൽ തട്ടുകയാണ്, എന്നിട്ട് അത് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഇനാക്കിയിലേക്ക് എത്തുകയാണ്. ഇനാക്കിയുടെ അറ്റംപ്റ്റും ബാറിൽ തട്ടി പോകുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഫ്രീ കിക്ക് നിക്കോ വില്യംസ് പിന്നെ ഇനാക്കി വില്യംസിന് നിരക്കി കൊടുക്കുന്നു. ഇനാക്കി വില്യംസിൻ്റെ അറ്റംപ്റ്റ് അത് ഡിഫ്ലക്ട് ചെയ്തിട്ട് ബാറിൽ തട്ടി പോകുന്നു. 3 തവണയാണ് ക്ലബ് അത്ലറ്റിക് സെക്കൻഡ് ഹാഫിൽ വുഡ്ബക്കിൽ തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൺലക്കി ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത്ലറ്റിക് മാഡ്രിഡ് പിന്നീട് എന്താണ് ഗോളൊക്കെ അടിച്ചതിന് ശേഷം 5 at the back നീങ്ങിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ജോസെ ഹിമിനസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാരിയോസിനെ പിൻവലിച്ചിരുന്നത്, ബാരിയോസിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിരുന്നത്, ബാരിയോസിൻ്റെ ഡിസിപ്ലിൻ ഇത്തിരി പ്രശ്നമാണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുന്നു, 5 at the ബാക്കിലേക്ക് നീങ്ങുന്നു, അവർ ഡിഫെൻഡ് ചെയ്യാണ്. അവർ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ കോണഗാലഗറിൻ്റെയൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഇഞ്ചുറി ടൈമിൽ. എൻ്റെ പൊന്നു ചെങ്ങായിമാരെ, സിമിയോണി അത് ശരിക്കും എൻജോയ് ചെയ്തു. സിമിയോണി മാത്രമല്ല, സിമിയോണിയുടെ അസിസ്റ്റൻറ്റും ആ ഒരു സംഭവം കോണഗാലഗർ ചെയ്തതിന് ശേഷം, അതായത് ടാക്കിളുകളൊക്കെ ഇമാതിരി രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു മാനേജർ എനിക്ക് തോന്നുന്നത് പിന്നെ ഡിയേഗോ സിമിയോണി തന്നെ ആയിരിക്കും. അതായത് ഇഞ്ചുറി ടൈമാണ്, അധികം സമയം ബാക്കിയില്ല. കോണഗാലഗർ പിന്നെ ക്ലബ് അത്ലറ്റിക് റൈറ്റ് സൈഡിലേക്ക് ഒരു പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു, പോയിട്ട് ടാക്കിൾ ചെയ്യുന്നു, അവിടെ നിന്ന് എണീക്കുകയാണ്, സ്ലൈഡിങ് ടാക്കിളാണ്, എന്നിട്ട് എണീക്കുന്നു. ആ ബോൾ വീണ്ടും ക്ലബ് അത്ലറ്റിക്കിൻ്റെ പ്ലെയറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് വീണ്ടും പോയിട്ട് ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് വീണ്ടും ഒരു ടാക്കിൾ നടന്നു. അത് പിന്നെ ഗോൾ കിക്ക് ആയിപ്പോയി. പക്ഷേ ആ 2 ടാക്കിളുകളും ശരിക്കും സിമിയോണി എൻജോയ് ചെയ്യുന്നു. സിമിയോണി ക്രൗഡിനെ അങ്ങോട്ട് ആഹ്വാനം ചെയ്യാണ്, നോയ്സ് ഒന്നും പോരാ മക്കളെ എന്നുള്ള രീതിയിൽ. അമ്മാതിരി സാധനമാണ്. അപ്പോൾ സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ള ചില പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അത് പ്രോപ്പർ സിമിയോണിയുടെ മെൻറ്റാലിറ്റിയുള്ള, അത്ലറ്റിക്കോമായിട്ടിൻ്റെ മെൻറ്റാലിറ്റിയുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. അവരുടെ ആ ഒരു ടുഗദർനെസ്, അവരുടെ ആ ഒരു കളക്റ്റീവ്നെസ്, അവരുടെ ആ ഒരു വർക്ക് എത്തിക്ക് അതൊരു രക്ഷയില്ല എന്നതാണ്. അപ്പോൾ സിമിയോണി ജൂനിയർ ആണെങ്കിലും, കോണഗാലഗർ ആണെങ്കിലും, ഹൂലിയൻ അൽവാരസ് ആണെങ്കിലും, ഗ്രീസ്മനൊക്കെ സബ് ചെയ്ത് കളഞ്ഞായിരുന്നു. പക്ഷേ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ശ്രമം ഗ്രീസ്മൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ. പക്ഷേ ഗ്രീസ്മനും താഴോട്ടിറങ്ങി വന്നിട്ട് അദ്ദേഹം ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക് എത്തിക്കുണ്ടല്ലോ, കൂട്ടായ ആ ഒരു പ്രയത്നം, ഇപ്പോൾ ഡിപ്പോൾ ആണെങ്കിലും മിഡ്ഫീൽഡിൽ ആ ഒരു അഗ്രസീവ്നെസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല എന്നുള്ളതാണ്. അതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രത്യേകത. 1-0 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് വിക്ടറി അവർ കരസ്ഥമാക്കുന്നു. അനദർ ക്ലീൻ ഷീറ്റ്, അനദർ 3 points. അവർ തലപ്പത്താണ് ഇരിക്കുന്നത്. ഇനി ബാഴ്സലോണയുടെ മേലാണ് പ്രഷർ പരിപാടി ചെയ്യാനായിട്ട്. അവർക്ക് ജയിക്കാൻ സാധിക്കുമോ മറ്റൊരു ബാസ്കറ്റ് ക്ലബിനെതിരെ എന്നത് കണ്ടറിയാം. അപ്പോൾ അതാണ് ഏർണസ്റ്റോ വാൽവേർദെയും ടോപ്പ് കോച്ച് തന്നെയാണ്, ഒരു രക്ഷയില്ല. സിമിയോണി ഇങ്ങനെ ക്രൗഡിനെ പിന്നെന്താ പറയുക, എനർജറ്റിക് ആക്കാനുള്ള ശ്രമം തുടർച്ചയായി മത്സരത്തിനിടയിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. വാൽവേർദെ വളരെ കാമായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ടാക്ടിക്കലി നല്ല രീതിയിൽ തന്നെയാണ് ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിനിക്കൽ നേച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു പോയിന്റുമായിട്ട് തിരിച്ചു പോകാൻ സാധിക്കുമായിരുന്നു. എന്തായാലും അവർ ടൈറ്റിൽ റേസ് ഒന്നും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനുണ്ടാകും. അത് തന്നെ ഫാന്റാസ്റ്റിക് സംഭവമാണ് ഏർണസ്റ്റോ വാൽവേർദെയുടെ ടീമിനെ സംബന്ധിച്ചോളം. പക്ഷേ ഡിയേഗോ സിമിയോണിൻ്റെ ടീം, അതിൻ്റെ ടീം സ്പിരിറ്റ്, അതിൻ്റെ ആ ഒരു ടുഗദർനെസ്, ആ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓപ്പാ അത്ലറ്റി, എൻ്റെ ലാ ലീഗിലെ ഫേവറേറ്റ് സൈഡ് അത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് എല്ലാം ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും. എന്തായാലും ഒരു കിടിലൻ ടൈറ്റിൽ റേസാണ് ലാ ലീഗുള്ളത്. ഗുഡ് ബൈ.